Hello. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും രാവിലെ തന്നെ ഒരു ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. രാവിലെ എന്നല്ല, ഒരു ദിവസം 2-3 ചായ കുടിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്ന ചായനേക്കാളും വളരെ ആരോഗ്യ ഗുണം നിറഞ്ഞ ഒരു ചായയെക്കുറിച്ചായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചായയുടെ എല്ലാ ഒരു ഗുണവും കിട്ടുന്നതായിരിക്കും. അതായത് ഒരു പകൽ ഏറ്റവും മികച്ചതാക്കി തീർക്കുന്നത് തന്നെ ഒരു കപ്പ് ചായ തന്നെയാണ്. ഒരുപാട് ആളുകൾക്ക് രാവിലെയുള്ള ചായ കുടി ഇല്ലാതെ ഒരു ദിവസം ആരംഭിക്കാൻ പോലും സാധിക്കാത്തവരുണ്ട്. അപ്പോൾ ഒരു കപ്പ് ചായ കുടിച്ചുകൊണ്ട് രാവിലെ ദിനപത്രം വായിച്ചിരിക്കുന്നതിനേക്കാൾ നല്ല വിനോദം വേറൊന്നും കാണാത്തതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്ന ചായയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ആരോഗ്യകരവുമാണ്. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരിലാണെങ്കിൽ ഈ ഒരു ചായ വളരെ നല്ലതാണ്. മറ്റൊരു ചായയെ കുറിച്ചിട്ടല്ല പറയുന്നത്, ഇഞ്ചി ചായ. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ജിഞ്ചർ ടീനെ കുറിച്ചിട്ട്. ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും കുടിച്ചിട്ടും ഉണ്ടാവും. ആകർഷകമായ രുചിയും അതേപോലെ തന്നെ നല്ല മണമുള്ള ഒരു തരം ചായയാണിത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇഞ്ചി ചായയിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൽ ഉയർന്ന അളവിൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് വിറ്റാമിൻ സി, പൊട്ടാസ്യം, മെഗ്നീഷ്യം, ഇരുമ്പ് എന്നിവയെല്ലാം ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ചായ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്നതുള്ള കാര്യം ഉറപ്പാണ്. ദിവസവും ഇത് ശീലമാക്കുന്നത് വഴി ശരീരഭാരം കുറയ്ക്കുന്നത് ഉൾപ്പെടെ നിരവധി പ്രയോജനങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇഞ്ചി ചായ കുടിച്ചാൽ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിരവധി പോഷക മൂല്യങ്ങൾ നിറഞ്ഞതാണ് ഇഞ്ചി ചായ എന്ന് പറഞ്ഞല്ലോ. ഇഞ്ചി ചായയുടെ ആരോഗ്യ ഗുണങ്ങൾ മെയിനായിട്ട് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദിവസേന നിങ്ങളുടെ ഡയറ്റിലേക്ക് ഇഞ്ചി ചായ കൂടി ചേർക്കാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. അതായത് 2012 നടത്തിയ ഒരു പഠനത്തിൽ ഇഞ്ചി ചായ എപ്പോഴും ആമാശയത്തിൽ പൂർണ്ണത അനുഭവപ്പെടുത്തിക്കൊണ്ട് വിശപ്പ് ഉണ്ടാക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമിതവണ്ണം തടയാൻ ഈ ചായ വളരെയധികം സഹായിക്കും. പിന്നെ മറ്റൊന്നാണ് ദഹന പ്രക്രിയ എളുപ്പമാക്കുക എന്നുള്ളത്. ഇഞ്ചി ചായ ഒരു ശീലമാക്കിയാൽ പിന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോട് വിട പറയാൻ തയ്യാറായിക്കോളൂ എന്ന് തന്നെ വേണം പറയാം. കഴിക്കുന്ന ഏത് ഭക്ഷണങ്ങളെയും എളുപ്പത്തിൽ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഈ വിഭവം ഏറ്റവും ഗുണകരമായ ഒന്നാണ്. അതുപോലെ തന്നെ ദഹന പ്രക്രിയ എളുപ്പത്തിലാക്കാൻ ശരീരവണ്ണം താനേ കുറയുന്നുവെന്ന് അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ രാവിലെ അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഇഞ്ചി ചായ കുടിക്കുന്നത് ദഹന പ്രക്രിയയെ മികച്ച രീതിയിലാക്കാൻ സഹായിക്കും. പിന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ ഇഞ്ചി ചായ. ഇതിൽ സമ്പുഷ്ടമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി, പലതരം ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയെല്ലാം രോഗപ്രതിരോധ ശേഷിക്ക് കരുത്ത് പകരാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ പല രോഗങ്ങളെയും സ്വാഭാവികമായി തന്നെ നേരിടാനും ശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിക്കാനും ഇതുവഴി ശരീരത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അണുബാധകളും പകർച്ചവ്യാധികളും ഒക്കെ ശരീരത്തിൽ പിടികൂടാതിരിക്കാൻ നമുക്ക് ഈ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നാണ് ശരീരവീക്കം കുറയ്ക്കാൻ. അപ്പോൾ ശരീരവീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ധാതുക്കളാൽ സമ്പന്നമാണ് നമ്മുടെ ഈ ഇഞ്ചി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശരീരവീക്കത്തെ കുറയ്ക്കാനുള്ള ശക്തമായ പരിഹാരമായി ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് നമ്മൾ. പിന്നെ ഈ സന്ധിവാതം പിടിപെട്ട രോഗികൾക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ചൂടുള്ള ഒരു കപ്പ് ഇഞ്ചി ചായ കുടിക്കുന്നത് വഴി ശരീരത്തിലെ വേദനകളെയും മുറുക്കങ്ങളെയും ശാന്തമാക്കാനാവും. അതുപോലെ തന്നെ ഇഞ്ചിയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ പ്രോപ്പർട്ടികൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് പേശികളിൽ ഉണ്ടാക്കുന്ന വേദനകളെയും മികച്ച രീതിയിൽ കുറക്കാൻ സഹായിക്കും. പിന്നെ ആണ് ഇഞ്ചി ചായ കുടിക്കുന്നതിനൊപ്പം വേദനയുള്ള ശരീരത്തിലെ പേശികളെയും സന്ധികളെയും ഈ ചായ ഉപയോഗിച്ച് മസാജ് ചെയ്താലും വളരെയധികം ആശ്വാസം ലഭിക്കും. പിന്നെ ഉണ്ടല്ലോ ഈ മോർണിംഗ് സിക്നസ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഓക്കാനം, ഛർദി, ഇതിനെല്ലാം വളരെ നല്ലതാണ് ഇഞ്ചി ചായ എന്ന് പറയുന്നത്. ഗർഭിണികൾക്ക് ഈ ഗർഭകാല വേളയിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ രാവിലത്തെ ഈ മോർണിംഗ് സിക്നസ്. പിന്നെ ഓക്കാനം, ഛർദി തുടങ്ങിയ പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഒരു പോംവഴിയാണിത്. അപ്പോൾ പ്രകൃതിദത്തമായ ചേരുവ ആയതുകൊണ്ട് തന്നെ ശരീരത്തിന് ഒരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാകാനും സാധ്യതയില്ല. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മോഷൻ സിക്നസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് ഈ ഒരു ചായ. അപ്പോൾ ഒരു കപ്പ് ഇഞ്ചി ചായ കുടിക്കുന്നത് വഴി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഓക്കാനം, ഛർദി എല്ലാം തടയാൻ വേണ്ടി പറ്റും.
പിന്നെ ആമാശയത്തിൻ്റെ പ്രവർത്തനക്ഷമതയ്ക്ക് ഭക്ഷണം അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന ആമാശയ വിഷമങ്ങൾക്ക് ഇഞ്ചിച്ചായ മികച്ച പരിഹാരമാണ്. നമ്മൾ ഓവറായിട്ട് കഴിച്ചാൽ നമുക്കൊരു മസ്ത് പിടിച്ച ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. കഴിച്ച ഭക്ഷണത്തെ മുഴുവൻ ആഗിരണം ചെയ്തുകൊണ്ട് ദഹനത്തെ മെച്ചപ്പെടുത്തി അതുപോലെ തന്നെ ശരീരഭാരം വർദ്ധിപ്പിക്കാതെ സംരക്ഷിക്കുന്നതിൽ ഇതിന് പ്രധാന പങ്ക് വഹിക്കാനാകും. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും നമുക്ക് ഈ ഒരു ചായ ഉപയോഗിക്കാം. അതായത് കഫക്കെട്ട്, ജലദോഷം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിച്ചായ മികച്ച രീതിയിൽ തന്നെ സഹായിക്കും. അതുപോലെ പരിസ്ഥിതി അലർജിയുമായി ബന്ധപ്പെട്ട ശ്വസന പ്രശ്നങ്ങളെ നേരിടാനും ഒരു കപ്പ് ഇഞ്ചി ചായ മാത്രം മതി. പിന്നെ നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി ചായയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും മറ്റ് ധാതുക്കളും ഒക്കെ അമിനോ ആസിഡുകളും രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഇത് ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളെ തടഞ്ഞു നിർത്താൻ ഒരു പരിധിവരെ സഹായിക്കും. അതുപോലെ തന്നെ ഹൃദയധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഹൃദയാഘാതവും സ്ട്രോക്കും ഒക്കെ തടഞ്ഞു നിർത്താൻ നമ്മൾ ഈ ഇഞ്ചി ചായ സഹായിക്കും. പിന്നെ സ്ത്രീകളിലെ ആർത്തവ വേദന കുറയ്ക്കാൻ അത് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും കേട്ടോ. ആർത്തവ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് ആശ്വാസം പകരുന്ന ഒന്നാണ് ഈ ഔഷധം. ഇളം ചൂടുള്ള ഇഞ്ചി ചായയിൽ ഒരു തൂവാല മുക്കിയ ശേഷം നിങ്ങളുടെ അടിവയറിലെ ഭാഗങ്ങളിൽ പതിയെ ഇങ്ങനെ തൊട്ടു കൊടുക്കുകയാണെങ്കിൽ ഇത് പേശികളെ ശാന്തമാക്കാനും വേദന കുറയ്ക്കാനും സഹായിക്കും. ഇതേ സമയം തേൻ ചേർത്ത് ഒരു കപ്പ് ഇഞ്ചി ചായ കുടിക്കുന്നതും വളരെയധികം നല്ലതാണ്. അത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. അങ്ങനെയുള്ള ഈ ആർത്തവ സമയത്തുള്ള വേദന കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ ഇഞ്ചി ചായ. പിന്നെ നമ്മളെ മാനസിക പിരിമുറക്കം അകറ്റാൻ വളരെ നല്ലൊരു സാധനമാണ് ഇഞ്ചി ചായ. ഇവയിൽ അടങ്ങിയിരിക്കുന്ന സ്വാഭാവിക ഗുണങ്ങളും ശാന്തമായ സൗരഭ്യ വാസനയും ശരീരത്തിനും മനസ്സിനും ശാന്തത പകർന്നു നൽകാൻ നല്ല രീതിയിൽ തന്നെ സഹായിക്കും. ഇനി നമുക്ക് ഈ ഇഞ്ചി ചായ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ 1-2 കപ്പ് വെള്ളം എടുത്ത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കഷ്ണങ്ങൾ ചെറുതായി അരിഞ്ഞ് ചേർക്കുക. എന്നിട്ട് ഈ ഒരു മിശ്രിതം ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ തിളപ്പിക്കണം. ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇഞ്ചി ചായയിൽ കുറച്ച് നാരങ്ങയോ അതായത് ചെറുനാരങ്ങയോ തേനോ ചേർക്കാം. കൂടുതൽ രുചി വർദ്ധിപ്പിക്കാനായി വേണമെങ്കിൽ കുറച്ച് പുതിനയിലയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇഞ്ചി ചായയുടെ ആരോഗ്യ ഗുണങ്ങളെല്ലാം തന്നെ മുഴുവനായും മനസ്സിലായല്ലോ. അപ്പോൾ ശരീരഭാരം കുറച്ചുകൊണ്ട് ശരീരത്തിനെ മികവുറ്റതാക്കാൻ തന്നെ ഇഞ്ചി ചായക്ക് പ്രത്യേക കഴിവുണ്ട്. നിങ്ങളുടെ പ്രഭാത കാര്യങ്ങളെ മുഴുവൻ ഇപ്പോഴത്തേതിനേക്കാൾ കൂടുതൽ മികവുറ്റതാക്കി തീർക്കാൻ ഇതിന് സാധിക്കും. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു കപ്പ് നിറച്ചും ആരോഗ്യ ഗുണങ്ങൾ മാത്രം വിളമ്പുന്ന അത്ഭുതകരമായ ഈ ചായയാണിത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മുടെ ദിവസേനയുള്ള സാധാരണ ചായയിൽ നിന്നും ഇഞ്ചി ചായയിലേക്ക് ചുവട് മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഈ ഒരു ഇഞ്ചി ചായ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ എന്തെങ്കിലും അസ്വസ്ഥതകളെല്ലാം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഒരു ഇഞ്ചി ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതെല്ലാം മാറി കിട്ടുന്നതായിരിക്കും. ഈ ആർത്തവ സമയത്ത് പറഞ്ഞ ആ വേദനയ്ക്ക് ഈ ഇഞ്ചി ചായ ഒന്ന് കുടിച്ച് നോക്കുക സ്ത്രീകൾ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.